നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരും അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ഒരു സർക്കാർ അറിയിപ്പിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സംസ്ഥാനത്തെ ഏറെ നിർണായകമായ ബയോമെട്രിക് വാർഷിക മസ്റ്ററിംഗ് പ്രക്രിയയ്ക്ക് ഇന്ന്, അതായത് 2026 ജൂലൈ 17 വെള്ളിയാഴ്ച ഔദ്യോഗികമായിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ ഒരു സുപ്രധാന നടപടിക്രമം അത് പൂർത്തിയാക്കുന്നതിനായിട്ട് ധനകാര്യ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായിട്ട് അനുവദിച്ചിരിക്കുന്ന സമയപരിധി വരാനിരിക്കുന്ന സെപ്റ്റംബർ മാസം 30 വരെയാണ്. ഈ ഒരു നീണ്ട കാലയളവിനുള്ളിൽ തന്നെ ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ സൗകര്യപ്രദമായ ഏതു സമയത്തും സംസ്ഥാനത്തുടനീളം വ്യാപിച്ചു കിടക്കുന്ന അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ഈ പ്രക്രിയ വിജയകരമായിട്ട് പൂർത്തിയാക്കാവുന്നതാണ്. എന്നാൽ കേവലം ഒരു സാങ്കേതിക നടപടിക്രമം എന്നതിനപ്പുറമായിട്ട് കൃത്യമായ സമയത്ത് മസ്റ്ററിംഗ് നടത്താത്ത പക്ഷം നിങ്ങളുടെ പ്രതിമാസ വരുമാന മാർഗത്തെ അത് എങ്ങനെ ബാധിക്കുമെന്നും ഈ പുതിയ സംവിധാനത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്ന ആഴത്തിലുള്ള ഭരണപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ഓരോ ഗുണഭോക്താവും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സംസ്ഥാന ഭരണകൂടം ഇത്തരമൊരു വിപുലമായിട്ടുള്ള പരിശോധന ഏർപ്പെടുത്തിയതിന് പിന്നിൽ കൃത്യമായ ചില ലക്ഷ്യങ്ങളും കർശനമായ മാനദണ്ഡങ്ങളുമുണ്ട് എന്നത് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മുൻ സർക്കാരുകളുടെ കാലത്ത് നടപ്പിലാക്കിയിരുന്ന പെൻഷൻ വിതരണ രീതികളിൽ നിന്നുമൊക്കെ തന്നെ വ്യത്യസ്തമായിട്ട് നിലവിലെ സർക്കാർ ഈ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതി അത് കൂടുതൽ സുതാര്യമാക്കാനും അർഹരിലേക്ക് മാത്രം എത്തിക്കാനും വിപുലമായിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. അർഹതയില്ലാത്ത ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ വ്യാജരേഖകളിലൂടെയോ വരുമാന പരിധി മറച്ചുവെച്ചോ ഈ പെൻഷൻ തുക കൈപ്പറ്റുന്നുണ്ടെന്ന ഗൗരവമേറിയ ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കർശന പരിശോധന. നിശ്ചിത സമയപരിധിയായിട്ടുള്ള സെപ്റ്റംബർ മാസം 30 മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുടെ പെൻഷൻ തുക ഒക്ടോബർ മാസം മുതൽ താൽക്കാലികമായിട്ട് തടസ്സപ്പെടുകയും അവരുടെ അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇതിനുശേഷവും മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ പശ്ചാത്തലവും സാഹചര്യവും സർക്കാർ തലത്തിൽ വിശദമായിട്ട് അന്വേഷിക്കുന്നതായിരിക്കും. ഈ അന്വേഷണത്തിൽ ആനുകൂല്യം കൈപ്പറ്റിയിരുന്നത് അനർഹമായിട്ടാണെന്ന് ബോധ്യപ്പെട്ടാൽ അവരെ പദ്ധതിയിൽ നിന്ന് സ്ഥിരമായിട്ട് പുറത്താക്കാനും മുൻപ് കൈപ്പറ്റിയ തുക തിരിച്ചുപിടിക്കുന്നത് ഉൾപ്പെടെയുള്ള കർശനമായിട്ടുള്ള നിയമ നടപടികളൊക്കെ തന്നെ സ്വീകരിക്കാനും സർക്കാരിന് പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ട്. ഈ വിപുലമായിട്ടുള്ള ബയോമെട്രിക് മസ്റ്ററിംഗ് പ്രക്രിയയിൽ ആർക്കൊക്കെയാണ് ഇളവുകളുള്ളത് എന്നതും ആരൊക്കെയാണ് ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് എന്നും കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ പ്രതിമാസ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ, ഉദാഹരണത്തിന് കയർ, കശുവണ്ടി, നിർമ്മാണ തൊഴിലാളി തുടങ്ങിയ ബോർഡുകൾ, അവിടെ നിന്നൊക്കെ തന്നെ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ വർഷത്തെ ഈ വാർഷിക മസ്റ്ററിംഗ് പ്രക്രിയയുടെ ഭാഗമാകേണ്ടതായിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരേ ഒരു വിഭാഗത്തിന് മാത്രമാണ് നിലവിൽ സർക്കാർ ഇപ്പോൾ ഇളവ് അനുവദിച്ചിട്ടുള്ളത്. അതായത് 2026 ജനുവരി മാസം 1 അതിനുശേഷമോ പുതുതായിട്ട് പെൻഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുകയും അവരുടെ അപേക്ഷകൾ അംഗീകരിക്കപ്പെട്ട് പെൻഷൻ ലഭിച്ചു തുടങ്ങുകയും ചെയ്ത പുതിയ ഗുണഭോക്താക്കൾ ഈ ഘട്ടത്തിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. കാരണം അവരുടെ വിവരങ്ങളും അതോടൊപ്പം തന്നെ ബയോമെട്രിക് രേഖകളും വളരെ അടുത്ത കാലത്താണ് സർക്കാർ സംവിധാനങ്ങളിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയത്. എന്നാൽ 2025 ഡിസംബർ 31 വരെ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും അവർ കഴിഞ്ഞ വർഷങ്ങളിൽ കൃത്യമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവരാണെങ്കിൽ പോലും ഈ വർഷവും ഇത് പുതുക്കേണ്ടതുണ്ട്. കാരണം ഇത് എല്ലാ വർഷവും കൃത്യമായ ഇടവേളകളിൽ ചെയ്ത് പുതുക്കേണ്ട ഒരു നിർബന്ധിത വാർഷിക സംവിധാനമാണ്. ഈ പ്രക്രിയ പൂർത്തിയാക്കുന്നതിനായിട്ട് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ കയ്യിൽ കരുതേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരേ ഒരു രേഖയും നിങ്ങളുടെ 12 അക്ക ആധാർ കാർഡാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് നിലവിൽ ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് ഔദ്യോഗികമായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അക്ഷയ കേന്ദ്രങ്ങളിലെ കൗണ്ടറുകളിൽ നിങ്ങളുടെ ആധാർ നമ്പർ നൽകി വിരലടയാളമോ അല്ലെങ്കിൽ ഐറിസ്, അതായത് നിങ്ങളുടെ കണ്ണ് സ്കാനിങ് വഴിയൊക്കെ നിങ്ങളുടെ ജീവൻ പ്രമാണ രേഖകളൊക്കെ തന്നെ ഡിജിറ്റലായിട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിനായിട്ട് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഔദ്യോഗിക ഫീസ് നിരക്കാകട്ടെ കേവലം 30 രൂപ മാത്രമാണ്. എന്നാൽ മുൻ വർഷങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പ്രായക്കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ശാരീരിക കാരണങ്ങൾ കൊണ്ടോ ഒക്കെ വിരലടയാളം പതിയാതെ ബുദ്ധിമുട്ടിയ നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരക്കാർ പരിഭ്രാന്തരാകേണ്ടതില്ല. ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ അക്ഷയ കേന്ദ്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു മസ്റ്ററിംഗ് ഫെയിൽഡ് റിപ്പോർട്ട് അത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഫെയിൽഡ് റിപ്പോർട്ടുമായിട്ട് നിങ്ങളുടെ പരിധിയിലുള്ള ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിലെത്തി ലൈഫ് സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നുവെന്നുള്ള ഒരു സാക്ഷ്യപത്രമാണ്, അത് കൃത്യമായിട്ട് സമർപ്പിച്ചാൽ നിങ്ങളുടെ പെൻഷൻ സുരക്ഷിതമാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായിട്ടുള്ള, അതായത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർ, ഗുരുതരമായിട്ടുള്ള ശാരീരിക മാനസിക വെല്ലുവിളികളൊക്കെ തന്നെ നേരിടുന്ന ഭിന്നശേഷിക്കാർ, മാരകമായ രോഗങ്ങൾ ബാധിച്ച് പൂർണ്ണമായും കിടപ്പിലായ രോഗികൾ എന്നിവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തുക എന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പല അക്ഷയ കേന്ദ്രങ്ങളും കെട്ടിടങ്ങളുടെ മുകളിലത്തെ നിലകളിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ വാഹനങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിലോ ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നതിനാൽ തന്നെ ഇങ്ങനെയുള്ളവർക്കായിട്ട് സർക്കാർ ഹോം മസ്റ്ററിംഗ് എന്ന ഒരു ബദൽ സംവിധാനം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് ഗുണഭോക്താക്കളുടെ ബന്ധുക്കൾക്ക് നിങ്ങളുടെ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ ഡിവിഷൻ കൗൺസിലറെയോ ഒക്കെ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് സമീപിച്ചുകൊണ്ട് വിവരങ്ങളൊക്കെ തന്നെ അവരെ കൃത്യമായി ധരിപ്പിക്കാവുന്നതാണ്. കിടപ്പ് രോഗിയുടെ കൃത്യമായിട്ടുള്ള മേൽവിലാസവും ഫോൺ നമ്പറും മറ്റ് വിശദ വിവരങ്ങളുമൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാർ ബയോമെട്രിക് ഉപകരണങ്ങളുമായിട്ട് നിങ്ങളുടെ വീട്ടുപടിക്കൽ നേരിട്ടെത്തി ഈ ഒരു മസ്റ്ററിംഗ് നടപടിയൊക്കെ തന്നെ പൂർത്തിയാക്കി തരുന്നതായിരിക്കും. ഈ പ്രത്യേക വീട്ടുപടിക്കൽ സേവനത്തിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് നിരക്കാകട്ടെ 50 രൂപയാണ്. വരുന്ന സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ ദീർഘമായ സമയം അനുവദിച്ചിട്ടുള്ളതിനാൽ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ പോയി വലിയ ക്യൂ നിൽക്കാനോ അല്ലെങ്കിൽ തിരക്ക് കൂട്ടാനോ ആരും മുതിരേണ്ടതില്ല. കാരണം ഈ ഒരു മസ്റ്ററിംഗ് കാലയളവിലും സർക്കാർ അനുവദിക്കുന്ന പ്രതിമാസ പെൻഷൻ തുക അത് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലോ അല്ലെങ്കിൽ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിൽ നേരിട്ടെത്തിച്ചോ നൽകുന്നതായിരിക്കും. എന്നിരുന്നാലും അവസാന നിമിഷത്തെ സാങ്കേതിക തകരാറുകളും തിരക്കുമൊക്കെ ഒഴിവാക്കാൻ എല്ലാവരും കഴിവതും അടുത്ത ആഴ്ചയോടെയോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ആദ്യ വാരത്തോടെ തന്നെ ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അവരുടെ ഔദ്യോഗിക ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ തേടാവുന്നതാണ്. സോ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഈ പ്രധാന അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ദയവായി ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള ആധികാരികമായിട്ടുള്ള സർക്കാർ അറിവുകൾ നിരന്തരം നിങ്ങൾക്ക് തുറന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും രണ്ടും ഫോളോ ചെയ്ത് വയ്ക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.